രാവിലെ അടുക്കളയിലേക്ക് വന്ന് എന്തുണ്ടാക്കും എന്നുള്ള ചോദ്യമല്ല ഇഡ്ഡലിയും ദോശയും ഞാൻ ഉണ്ടാക്കുക. പിന്നെ അതിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും കേട്ടോ. അതാ ഈ ഇരിക്കണ മുതലുണ്ടല്ലോ, ഇത് റാഗിയുടെ പൊടിയാണ്. അപ്പോൾ റാഗിയുടെ പൊടിയും അത് മുഴനോടക്കനെയും ഒക്കെ എപ്പോഴും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞൊരു ഹോബിയാണ്. ഇതിപ്പോൾ നമ്മൾ പച്ചരി ഉഴുന്നൊക്കെ ഇട്ട് വയ്ക്കുന്ന പാത്രമാണ്, അതിലിങ്ങനെ മുഴനോടക്കനെയുള്ള ഒരു റാഗിയുടെ ചെപ്പും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും ദോശയ്ക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ കുറച്ച് റാഗിയും കൂടി ഇടും. കണ്ടില്ലേ, ഇതാ റാഗി ഇഡ്ഡലിയാണ് കേട്ടോ. എന്തൊരു സോഫ്റ്റാണെന്നറിയോ. ഇനി ഇത് റാഗിയുടെ പീച്ചാമ്പിടി കേട്ടോ. നമ്മൾ സാധാരണ അരിയുടെ പോലെ തന്നെ തേങ്ങയും ജീരകമൊക്കെ ഇട്ട് നമ്മൾ പീച്ചാമ്പിടി ആവിയിൽ കയറ്റി എടുക്കണതാണ്. നല്ല സ്വാദാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ റാഗിക്ക് നാച്ചുറലായിട്ടുള്ള യാതൊരു വക സ്വാദും മണമില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഫ്ലേവർ ചേർക്കുക. ഇപ്പോൾ റാഗിയുടെ ഇഡ്ഡലി ആണെങ്കിൽ അതിലേക്ക് നല്ല വെളുത്ത ചട്നിയൊക്കെ ആണെങ്കിൽ സൂപ്പർ കോംബോ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പീച്ചാമ്പിടി എന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം, അല്ലെങ്കിൽ സാധാരണ പാൽ ചേർക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കണത്. തേങ്ങാപ്പാലും ഒരു പഴവും റോബസ്റ്റിൻ്റെ പഴവും എന്ത് വേണമെങ്കിൽ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റത്തിനെ നമ്മുടെ ശരീരത്തിന് രക്ഷയ്ക്കായിട്ട് ഡെയിലി കഴിക്കുക. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഫ്ലേവറൊക്കെ ഓരോ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുക, അതിലേക്ക് ചേർക്കുക, കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവുള്ള മുട്ടുവേദന അങ്ങനെയുള്ളവർക്കൊക്കെ എല്ലാ രീതിയിലും ഒരു ഔഷധം പോലെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഭക്ഷണം എന്ന് പറയുന്നത്.